അയ്യോ, അവര് വരാൻ സമയമായല്ലോ. അവരോട് ഇനി എന്തു പറയും? വിവാഹം കഴിയുന്നത് വരെ ആ വള കയ്യിൽ നിന്ന് ഊരരുതെന്ന് അവര് പ്രത്യേകം പറഞ്ഞതല്ലേ. ഇനിയിപ്പോ എന്ത് ചെയ്യും? എന്ത് ചെയ്യാം? അവളുടെ തലയെടുത്ത് അതായിരിക്കും, അല്ലാതെ എന്തു പറയാനാ? ഋതികയുടെ തലയിൽ എഴുതിയിരിക്കുന്നത് മാറ്റി എഴുതുന്ന ആള് ഞാനാ പ്രതാപ. സാക്ഷാൽ ബ്രഹ്മാവിന് പോലും ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല. നമ്മുടെ വീട്ടിൽ നിന്ന് ആ വള എവിടെ പോവാനാ ചേട്ടാ? ഇതാരെങ്കിലും എടുത്തതാണോന്ന് എന്റെ സംശയം. ഋതുമോളുടെ അശ്രദ്ധ കാരണം ഉണ്ടായതിനെ വേറെ ആരുടെങ്കിലും തലയെ കെട്ടിവെക്കണോ ശേഖര? അല്ല, ഋതുമോളുടെ വള ആരും മോഷ്ടിക്കാനാ? ഈ വീട്ടിലെ ജോലിക്കാരോ? അങ്ങനെയൊന്നും ചിന്തിക്കാൻ പോലും പാടില്ല. എല്ലാവരും നല്ല ആളുകളാ. ഇവരെയൊക്കെ ആരാ ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ചേ? ഇവരുടെ ഒരു കുറവും കൂടി ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ അതും തികഞ്ഞു. കൂടെ ആരാ ഒരു പരിചയത്താള്? രാജു വിളിച്ചോണ്ട് വന്നായിരിക്കും. വർമ്മ സാറേ, ഇത് കാളിദാസൻ പോറ്റി. നമസ്കാരം. നമസ്കാരം. രമ്യക്ക് പരിചയമുള്ള ആളാ. എന്ത് വസ്തുക്കൾ കളവ് പോയാലും പോറ്റിയത് വെറ്റിലയിലും മഷി നോക്കി എടുത്താരാണെന്ന് പറയും. എന്റെ അമ്മയുടെ വീടിനടുത്താ ഈ പോറ്റിയുടെ വീട്. ഒരുപാട് ദൂരേന്ന് വരെ പോറ്റിയെ കാണാൻ ആളുകൾ വരാറുണ്ട്. ഒരു തവണ കോളേജിലെ ഒരു കുട്ടിയുടെ വീട്ടിലെ മോഷണം നടന്നു. പോറ്റിയാണ് കള്ളനെ മഷി നോക്കി കണ്ടുപിടിച്ചു കൊടുത്തത്. എന്താ രാജു ഇതൊക്കെ? ശ്രീകലയും പരമേശ്വരനും വരുന്നതിന് മുമ്പ് കാണാതെ പോയ കങ്കണം നീ കണ്ടുപിടിക്കാന്ന് വാക്കുന്നപ്പോ എനിക്ക് എന്തൊക്കെയോ പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇതിപ്പോ വെറ്റില ജോത്സ്യം എന്നൊക്കെ പറഞ്ഞാൽ എനിക്കിതിലൊന്നും ഒരു വിശ്വാസമില്ല. കാളിദാസൻ പോറ്റിക്ക് ഈ വിദ്യ തലമുറകളായിട്ട് ലഭിച്ച സിദ്ധിയാ. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാലോ. ജ്യോതിഷത്തിൽ വളരെ ഫലപ്രദമായ പ്രശ്നരീതികളിൽ ഒന്നാണ് വെറ്റില ജ്യോത്സ്യം. ദൈവത്തിന്റെ പ്രതിരൂപമാണ് വെറ്റില. പിതൃക്കന്മാരുടെ അനുഗ്രഹം കൊണ്ട് തലമുറകളായി കൈമാറി വന്ന എന്റെ എളിയ സിദ്ധി കൊണ്ട് വർമ്മ സാറിന്റെ കുടുംബത്തിനുണ്ടായ ഒരു പ്രശ്നം അത് പരിഹരിക്കാനാവുമല്ലോ എന്നുള്ള സന്തോഷത്തോടെയാണ് രമ്യമോള് വിളിച്ചപ്പോ തന്നെ ഞാൻ ഓടി ഇങ്ങോട്ട് വന്നത്. വർമ്മ സാറിന് താല്പര്യമില്ലെങ്കിൽ പിന്നെ രാജു, എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. പോറ്റി, ഒരു നിമിഷം. വർമ്മ സാറേ, ഋതികയുടെ വള എവിടെയെങ്കിലും വീണു പോയതായിരിക്കും, അല്ലെങ്കിൽ ആരെങ്കിലും മോഷ്ടിച്ചതായിരിക്കും. ഒരു കാര്യം ഞാൻ ഉറപ്പു പറയാം. കാളിദാസൻ പോറ്റി വെറ്റിലെ മഷിയിട്ട് നോക്കിയാ നഷ്ടപ്പെട്ടു പോയ വള തനിയെ നടന്നിവിടെ വരും. നോൺസെൻസ്. ഏത് കാലത്താ നിങ്ങളൊക്കെ ജീവിക്കുന്നേ? ഈ കാലത്തും മന്ത്രതന്ത്രങ്ങളും മഷിനോട്ടമൊക്കെ ആരെങ്കിലും വിശ്വസിക്കോ? മോളെ രമ്യേ, ഇത് നിന്റെ അമ്മയുടെയും അമ്മൂമ്മയുടെയും കാലമൊന്നും അല്ല. വർഷങ്ങൾ കുറെ മുന്നോട്ട് പോയി. മോളതറിഞ്ഞില്ലായിരിക്കും. യാമിനി, പോറ്റി ഇതുവരെ വന്നതല്ലേ? എന്തെങ്കിലും ചില്ലറ കൊടുത്ത് പറഞ്ഞേക്ക്. അല്ലേച്ചി, അവരിത്രയൊക്കെ പറഞ്ഞതല്ലേ, നമുക്കൊന്ന്. ഓ, അപ്പൊ നീ ഇവരുടെ സൈഡാണോ? നിനക്കുണ്ടോ ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങളൊക്കെ? അമ്മായി, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ എന്ന് അമ്മായി കേട്ടിട്ടില്ലേ? വിശ്വസിക്കുന്നവർ വിശ്വാസികൾ, വിശ്വാസം ഇല്ലാത്തവർ അവിശ്വാസികൾ. അത്രയുള്ളൂ. നഷ്ടപ്പെട്ടത് എന്റെ കയ്യിൽ കിടന്ന വളയാ. അതെടുത്തത് ആരാണെന്ന് അറിയാനുള്ള ഒരു ശ്രമം. അന്ധവിശ്വാസത്തിന്റെ പേരില് ആശ്രമം പാഴാക്കണോ? അതെ, മോഷ്ടാവ് ആരാണെന്നേ നമുക്കിപ്പ അറിയാലോ. രാജു, വേഗാവട്ടെ. അവരൊക്കെ ഇങ്ങ് വരുന്നതിന് മുമ്പ് നമുക്ക് അവളെ എവിടെയാണെന്ന് അറിയണം, അല്ലെങ്കിൽ നാണക്കേടാ. പോറ്റി, കേട്ടില്ലേ? നമുക്ക് അധികം സമയമില്ല. ഞാൻ പറഞ്ഞില്ലേ, ഋതിക മേഡത്തിന്റെ ഭാവി വരാൻ ഇട്ടുകൊടുത്ത വളയാണ് പോയത്. ആരെങ്കിലും എടുത്തതാണെങ്കിൽ എന്നോട് അവരുടെ പേരൊന്ന് പറഞ്ഞാൽ മതി. വള ഞാൻ എവിടെയാണെന്ന് അവരെ കൊണ്ട് പറയിപ്പിച്ചോളാം. വേഗാവട്ടെ. ഇരിക്കും.
കിട്ടൂലോ അല്ലേ? മാഡം പേടിക്കാതെ, ഇപ്പൊ കിട്ടുന്നേ. ഒരിക്കൽ അമ്മയുടെ മോതിരം കാണാതെ പോയി. പോറ്റിയാ മോതിരം എവിടെയെന്ന് കണ്ടുപിടിച്ച് പറഞ്ഞ്. അമ്മായിയൊക്കെ കണ്ടല്ലേ ഞാനും വളർന്നത്. അപ്പോ കുറച്ചൊക്കെ എന്റെ നാവിനും മൂർച്ച കാണില്ലേ? ഓ ഹും. അല്ല, നിന്റെ കൈ കിടന്ന വള നീ എവിടെയാ കൊണ്ടുപോയി കളഞ്ഞത്? ഓ, ഒന്നും അറിയാത്തതുപോലെ. അമ്മായിക്ക് എന്താ തോന്നുന്നത്? എവിടെ ആയിരിക്കും ആ വള? എനിക്ക് നിന്നെയാ സംശയം. ആ, കൈ കിടന്ന വള പോയാൽ കല്യാണം മുടങ്ങുമെന്ന് അറിയാവുന്ന നീ നിന്റെ കയ്യിലെ വള ഊരി ഒളിപ്പിച്ചു വെച്ചു. ആ കഥ കൊള്ളാം. അല്ല, അമ്മായി ശരിക്കും ദീപകിനെ എവിടേക്കാ പറഞ്ഞു വിട്ടത്? അതെവിടേക്കെങ്കിലും ആവട്ടെ, ആദ്യ പിടിച്ചു തൂങ്ങാതെ നീ കാര്യം പറ. എവിടെയാ നീ ആ വള ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? അമ്മായി ഒന്ന് വെയിറ്റ് ചെയ്. പോറ്റി മഷിയിട്ട് മന്ത്രങ്ങൾ ചൊല്ലാൻ തുടങ്ങിയില്ലേ? ഇനി ഏറിയ ഒരു 5-10 മിനിറ്റ്. ആരാ വള എടുത്തെന്ന് നമുക്ക് ഉടനെ അറിയാലോ. ഞാനാണ് എടുത്തെങ്കിൽ എന്റെ പേര് പോറ്റി പറയും. എനിക്ക് ടെൻഷനില്ല. അമ്മായിക്ക് ടെൻഷനുണ്ടോ? അമ്മായി പേടിക്കണ്ട കേട്ടോ, ധൈര്യമായിട്ടിരിക്കെ. ഇന്ന് നെഞ്ചുവേദനയൊന്നും ഉണ്ടാവില്ലല്ലോ? ഉണ്ടാവോ? എന്തെങ്കിലും നമ്പർ ഇടുവാണെങ്കിലേ പുതിയ നമ്പർ ഇടണേ അമ്മായി.